കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസ് മത്സരിക്കുന്ന തിരൂർ നഗരസഭാ വാർഡിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കേരയിൽ സമരനായകൻ മൻസൂർ അലി. മൻസൂർ അലിക്കെതിരെ 3 അപരന്മാരും രംഗത്തുണ്ട്. സംസ്ഥാനം ഏറെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ വാർഡാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡ്. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലിയാണ് ഇവിടെ മത്സരരംഗത്ത് LDF-നായിട്ടുള്ളത്. ഗഫൂർ പി ലില്ലിക്കെതിരെ ഇവിടെ മത്സരിക്കുന്ന UDF-ലെ മൻസൂർ അലിയാണ്. മൻസൂർ അലി ഗഫൂർ പി ലില്ലിയെ നേടുമ്പോൾ മൻസൂർ അലിക്കെതിരെ 3 അപരന്മാർ ഇവിടെ രംഗത്തുണ്ട് എന്നുള്ളതും എന്തായാലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു പക്ഷേ ശരിക്കും CPM ചങ്കിടി പേറി എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മൻസൂർ അലിയോട് തന്നെ ചോദിച്ചറിയാം. പ്രത്യേകിച്ച് പറയാനുള്ളത് മൻസൂർ അലി ഇവിടെ ഗഫൂർ പി ലില്ലിക്കെതിരെ മത്സരിക്കുമ്പോൾ ഇവിടെ കേരളയിലെ ഒരു സമര നായകൻ കൂടിയാണ് മൻസൂർ അലി എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞതിന് തിരുത്താണ്. ഗഫൂർ പി ലില്ലീസിനെതിരെ അല്ല ഞാൻ മത്സരിക്കുന്നത്, എനിക്കെതിരെയാണ് ഗഫൂർ പി ലില്ലീസ് മത്സരിക്കുന്നത്. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ തിരൂർ നഗരസഭയിലെ 33-ാം വാർഡിൽ 34-ാം വാർഡിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ പ്രവർത്തന മേഖലയൊക്കെയുള്ളത്. ദീർഘകാലമായിട്ട് എൻ്റെ വാർഡിൽ പെട്ട ഒരു ഭാഗത്താണ് ഈ മത്സരവും നടക്കുന്നത്. ഗഫൂർ പി ലില്ലീസ് ഈ തിരൂർ നഗരസഭയിലെ ചമ്പ്ര പ്രദേശത്ത് നിന്നാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഞാനൊരു നാട്ടുകാരനെന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ വാർഡിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ഒക്കെ അറിയുന്ന ഒരാളാണ്. മാത്രവുമല്ല, കഴിഞ്ഞത് 60 വർഷക്കാലമായിട്ട് നഗരസഭ ആവുന്നതിന് മുൻപ് പഞ്ചായത്ത് ആവുന്ന കാലം തൊട്ടേ ഈ പ്രദേശം LDF മാത്രമാണ് തിരൂർ നഗരസഭാ കൗൺസിലിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ തിരൂർ നഗരസഭയിലെ ഏറ്റവും മോശം വാർഡിൽ നന്നായിട്ട് ഇന്ന് ഈ വാർഡ് മാറിയിട്ടുണ്ട്. വികസന രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന വാർഡാണ്. ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കേണ്ടത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് കൗൺസിലർമാരായി പോയ ആളുകൾ നഗരസഭാ കൗൺസിലിൽ എണ്ണം തികച്ചു എന്നല്ലാതെ ഈ വാർഡിന് വേണ്ടിയിട്ടോ ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെതിരെയുള്ള ഒരു സമരം കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ കേരളിൻ്റെ മലപ്പുറം ജില്ലാ കേരള വിരുദ്ധ സമിതിയുടെ മലപ്പുറം ജില്ലാ കൺവീനർ കൂടിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ സമരസമിതിക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി ഒരുപാട് ശക്തമായ സമരങ്ങൾക്ക് കാരണമായ കേരളയിലെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് ഐക്യജനാധിപത്യ മുന്നണി സമരസമിതിക്ക് വേണ്ടി മത്സരിക്കുവാൻ വേണ്ടി നൽകിയ സീറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാർഡിലെ പ്രശ്നങ്ങളോട് ചേർന്നതുകൊണ്ട് ഈ വാർഡിലെ പ്രശ്നങ്ങൾക്ക് ഒരു